Ladies and gentlemen, good evening and welcome to a special night with the Family Music Club. ഇന്ന് ഞങ്ങളുടെ സ്വന്തം ക്ലബ് അംഗങ്ങൾ മലയാള സിനിമയുടെ മനോഹരമായ ലോകത്തിനെ ആസ്പദമാക്കി ഒരു കിടിലൻ ഡബ് സ്മാഷ് പ്രകടനം തയ്യാറാക്കിയിരിക്കുന്നു. സാഹിത്യ സമ്പന്നമായ കഥകളും ശക്തമായ പ്രകടനങ്ങളും പ്രേക്ഷകരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സാംസ്കാരിക ആഴവുമുള്ള മലയാള സിനിമ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യേക സ്ഥാനം പുലർത്തിയിട്ടുണ്ട്. ഇന്നിതാ നമ്മുടെ ക്ലബ് അംഗങ്ങൾ മലയാള സിനിമയിലെ ചില സ്മരണീയവും ഐക്കോണിക്കും ക്ലാസിക്കും അതിലുപരി വളരെ രസകരവുമായ ചില സിനിമാ രംഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രകടമാക്കാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന കോമഡി ക്ലാസിക് മൂവിയിലെ ഒരു ചെറിയ രംഗം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. മാന്നാർ മത്തായി സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ്മ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്തെടുത്ത് വെക്ക്. ഇവന്മാരെവിടെ പോയി കിടക്കുക? ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, നാടകത്തിനുള്ള സമയമായി. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഒരു നാടക റിഹേഴ്സൽ കണ്ടാലോ? മലയാള സിനിമയുടെ രോമാഞ്ചമായ ശ്രീ മോഹൻലാൽ ദുഷ്യന്തനായും എവർഗ്രീൻ നായികയായ കൽപ്പന ശകുന്തളയുമായി മാറിയപ്പോൾ മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകമ്പടിക്ക ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ, അനസൂയയും പ്രിയമ്പതയും. താതു കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥ, എത്തിയിട്ടില്ല നാഥ. ഇങ്ങനെ വെച്ചേ കൃഷ്ണൻകുട്ടി പ്രോംപ്റ്റ് ചെയ്തിട്ടില്ലേ? ഓ, ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവന മൈൻഡ് ചെയ്യൂ. താന്ന് പോണോ കൊച്ചെ? ഇനിയെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. താത കണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കേറില്ല വേണ്ട. നമുക്കൊന്നുകൂടെ നോക്കാം. താത കണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങി എത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താരകണ്ണൻ തപോഭൂവിൽ. താതകണ്ണൻ നിന്റെ എവിടെ നിന്ന് ഒറിജിനൽ തന്ത? കേക്ക് കൊട്ടാരക്കര. UDC കുമാരി, പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഡോക്ടർ പശുപതിയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന UDC കുമാരിയെയും ഒപ്പം പഞ്ചായത്തിലെ കുറിച്ച് ആളുകളെയും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. ഹരിതമനോജ്ഞമാം പോക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗ ഡോക്ടർ തവപാദം കൈവണ. ഏതായി കുട്ടി?
ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. ഹരിത മനോജം വേണ്ടേ? അത് പറ്റില്ല. UDC പാടാൻ അനുവദിക്കാം. അതെ, പാടാൻ അനുവദിക്കണം. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കങ്ങളായ ആനന്ദവല്ലിയുടെയും കൗസല്യയുടെയും ഇന്ദുമതിയുടെയും ജീവിതത്തിൽ യമുന റാണി എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ഇന്ദു വേഗമാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. യോ ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അരിയുമോന്ന്. കത്തി താഴെയിട്, കത്തി താഴെയിട്. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിണ്ട്, മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്നെ ഒற்றுമൈ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത്. തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ക. എപ്പോഴാ വരേണ്ടത്? ഇന്നേക്ക് ഷൂട്ടിംഗ് മധ്യാഹ്നം വരയ്ക്കുന്ന. Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. മലയാളി മനസ്സുകളെ ഒന്നടങ്കം ചിരിപ്പിച്ച ഒരു അത്ഭുത പ്രതിഭയായിരുന്നു ജഗതി എന്ന കലാകാരൻ. ആലിബാബായും 6 കള്ളന്മാരും എന്ന കോമഡി മൂവിയിലെ ഒരു രംഗത്തിലേക്ക് പോയാലോ? वैष्णव जन तो तेरे सखिए, वैष्णव जन तो तेरे सखिए. प्रणाम. എന്താ? വേണ്ട വേണ്ട, മേടിനാ അപ്പാരി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക്, അപ്പ അറിയാം ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതി സഹോദരക്ക് സംസ്കൃതം അറിയുമില്ല. ഭഗവാൻ വാങ്ങ് വായേ. വാങ്ങ് വായിക്കൂ. ഞങ്ങൾ ബംഗാക്കോട സാധാ കൃഷി കുടുംബ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവണ ഞങ്ങൾ കൃഷി വീട് കാലി ഒലിപായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്ത. ഞങ്ങൾ ജീവി മാർഗല്ലേ മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. മോനെ പരിസരമൊക്കെ നോക്കണേടാ. എവിടെയൊക്കെ വാതിലും ജനലുണ്ടോ നോക്കോ. ചെല്ലി ചെല്ലി ചെല്ലി. വരുന്നു. നൽകാൽ ഗുണം വരും. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അമ്മച്ചിയുടെ പുതിയ എരിപ്പ്. നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതനവായ എന്ത് वैष्णव जन तो तेरे सखिए, वैष्णव जन तो. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരേ സമയം ചിരിപ്പിക്കുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്ത കോമഡി മാസ് റൊമാൻറ്റിക് മൂവിയായിരുന്നു പോക്കിരി രാജ. പിന്നീടത് മധുരരാജയായും നമ്മളിലേക്ക് എത്തി. ദ വൺ ആൻഡ് ഓൺലി മെഗാ സ്റ്റാർ മമ്മൂട്ടി പോക്കിരി രാജയായി മാറി. കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? 1993 പുറത്തിറങ്ങിയ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിൽ എങ്ങനെ നല്ല ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ളത് ശ്രീ മോഹൻലാൽ നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. സോ ഒരു കോമഡി ചിക്കൻ കറി റെസിപ്പിയിലേക്ക് പോവാം.
ചിക്കൻ മസാല. ആകാശവാണി മദുരാശി. കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. ഒരു ലോട്ടറി റിസൾട്ടിന്റെ രംഗം കണ്ടാലോ? കിലുക്കം എന്ന സിനിമയിലെ ലോട്ടറി സീൻ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യരംഗങ്ങളിലൊന്നാണ്. ഇന്നസെന്റിന്റെ മികവുറ്റ പ്രകടനവും പ്രിയദർശന്റെ മികവുറ്റ സംവിധാനവും ഈ രംഗത്തെ ഒരു അനശ്വരമായ ഹാസ്യ. മലയാള സിനിമയിലെ ഏറ്റവും ടാലന്റഡായ ഉർവശിയും കൽപ്പനയും ജഗതിയും ഒരുമിച്ചപ്പോൾ അത് മികച്ച ഹാസ്യരംഗങ്ങളിൽ ഒന്നായി മാറി. എങ്കിൽ ആ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് നമുക്കൊന്ന് കണ്ടാലോ? ഒരു മിനിമം വോളിയത്തിൽ വിടു മനുഷ്യ, നാട്ടുകാര് കേക്കും. ചപ്പാത്തി ഉണ്ടോന്നില്ലേ? ഇക്രു, ഇക്രു, ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രു ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം. തരുവോ? ഇക്രുവിന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛൻ ഫസ്റ്റ് പേര് കൊച്ചച്ഛൻ എന്ന് പറയാത്ത ഭാഗ്യം. കൊച്ചച്ഛൻ സ്വർഗത്തിൽ പോയി എന്ന് അച്ഛൻ പറഞ്ഞ. തട്ടി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളേ. ഇതല്ലേ സാധനം? ഞാൻ ചോദിച്ചോണ്ടിരിക്കും. അയ്യേ, ചീത്ത കുട്ടിയാവല്ലേ ഇങ്ങനെ. ഇക്രു, ഇക്രുവിന്റെ അമ്മയുടെ പേരെന്താ? മമ്മി. ഇക്രുവിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അവിടെ പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ. ആന്റി കണ്ടിട്ടുണ്ടോ? ആന്റി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടും കെട്ടിയെടുത്ത് എന്തിനാണെന്ന് ആദ്യം പറ. ഈ ആന്റിയെ പോലെ തന്നെ ലവ്ലി ഭയങ്കര കൊരങ്ങി. കൊരങ്ങി തന്റെ എന്റെ കട്ടറെടുത്തിട്ട് തന്നില്ല. അതൊക്കെ പോട്ടെ, ഇക്രു എന്തിനാ ഇങ്ങോട്ട് വന്നേ? നഴ്സറി വരുന്ന എന്തിനാ? പഠിക്കാൻ. അയ്യേ, ടീച്ചർ ആന്റിക്ക് ഒന്നും അറിഞ്ഞൂടാ. നഴ്സറി ആണെന്ന് കരുതി മുതുക്കൻ ഇവിടെ പഠിച്ചു കഴിയാന്നായിരിക്കും. എന്തിനാ കരയുന്നേ? താളവട്ടം മലയാള സിനിമയിലെ ഒരു ക്ലാസിക് ചിത്രമാണ്. ഹൃദയസ്പർശിയായ കഥയും മികച്ച പ്രകടനങ്ങളും സ്നേഹവും നിറഞ്ഞ ഈ ചിത്രത്തെ കൂടുതൽ രസകരമാക്കിയത് അതിലെ ഒരിക്കലും മലയാളി മനസ്സുകൾ മറക്കാത്ത ചില ഹാസ്യരംഗങ്ങളാണ്. താളവട്ടത്തിലെ അതിമനോഹരമായ ഒരു കോമഡി സീൻ കണ്ടാലോ? ആരുമെങ്കിൽ ഇല്ലടേ. വയ്യ ഇരിക്ക സാർ, കൂപ്പിടേ. നാരായണ. ഓ, നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി.
ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്തു കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വാട്ട്മാനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. ഒരുപാട് കൊച്ചു മനുഷ്യന്മാർ ജീവിച്ചിരുന്ന ദ്വീപ്, അത്ഭുത ദ്വീപ്. അതിസുന്ദരികളായ റാണിമാരും തോഴിമാരും കൊച്ചു മനുഷ്യരായ രാജാക്കന്മാരും അടങ്ങിയ ഒരു വെറൈറ്റി ചിത്രമായിരുന്നു അത്ഭുത ദ്വീപ്. അതിലെ ഒരു ചെറിയ രംഗം കണ്ടാലോ? വലിയ വിചാരിച്ച ഇവിടെ എന്താ നടക്കാത്തത്? ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാതെ ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ പൊക്കം കുറഞ്ഞത് വളരെ നന്നായി. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സൂഹിക്കാൻ പറ്റുമോ? മഹാരാജാവ് ഇത് തന്നെയാ പറയുന്നത്. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തോന്ന്? അല്ല, സ്വന്തമായി 2 പട്ടമഹർഷിമാരുണ്ടായിരുന്നിട്ടും മഹാരാജാവിന്റെ കണ്ണ് ഈ തോഴിയിലാണെന്ന്. ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാനെ? ആയേക്കും. മിക്കവാറും മഹാറാണിമാരെ അറിഞ്ഞാല്. പിന്നെ ഈ കല്യാണ നിശ്ചയം നടക്കുന്ന വേദിയിലെങ്ങും ചെന്ന് നിന്ന് കളഞ്ഞേക്കരുത്. എന്താ? അതേ, ചിലപ്പോ രാജകുമാരന്മാരും രാജകുമാരിമാര് തഴഞ്ഞ് ഈ തോഴിയെ കൊണ്ടങ്ങ് മുങ്ങും. ചുമ്മാ. ഉമ്മയോ? ഓ, എന്റെ വല്ലിയേ. ഒന്നും പറ്റില്ല. അയ്യോ. ദി കിങ് മലയാള സിനിമയിലെ ഒരു പരമപ്രധാനമായ രാഷ്ട്രീയ ത്രില്ലർ ചിത്രമാണ്. കാഠിന്യമേറിയ മലയാള വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയ മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ ചിത്രത്തിലെ മികച്ച അഭിനയം കാഴ്ചവെച്ചു. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. ബട്ട് ഡോണ്ട് ട്രൈ ടു ഡോർമാറ്റ് മീ. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. യെസ്, IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറുറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനി ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഒരു കല്യാണ പന്തലിലെ കഥ കാട്ടിത്തന്ന മലയാളികളുടെ ജനപ്രിയ നായകൻ ദിലീപ് കല്യാണരാമനായി വന്നപ്പോൾ നമ്മൾ ഏറെ ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്ത് വിജയിപ്പിച്ച കല്യാണരാമൻ ചിത്രത്തിലെ ഒരു കോമഡി രംഗം കണ്ടാലോ?
മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ? എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ എന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണം കുറി കാണിക്കടാ. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള പന്നി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഫാമിലി മ്യൂസിക് ക്ലബിലെ എല്ലാമായ നമ്മുടെ സ്വന്തം മോഹൻലാലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ.